ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ 2026 സെൻസസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമുക്കിപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്, വെറും സിമ്പിളായിട്ട് തന്നെ. അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കെന്നാൽ നോക്കിയാലോ എങ്ങനെയാണ് ഓൺലൈൻ വഴി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്ത് പറയാം, ഓൺലൈൻ വഴി ചെയ്തില്ലെന്നും പറഞ്ഞും കുഴപ്പമില്ല, ഓഫ്ലൈൻ വഴി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്ന് അടുത്ത മാസം 130 വരെ അവർ വന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് വരുമ്പോൾ പറഞ്ഞാൽ മതി, ഉദ്യോഗസ്ഥരും കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ്. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. സൈറ്റും കാര്യങ്ങളും ഓപ്പൺ ആകുമ്പോൾ ആദ്യം തന്നെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴോട്ട് പോകുമ്പം നമ്മുടെ കേരള എന്ന് കാണും. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം നമസ്കാരം എന്നുള്ള വെൽക്കം എന്നുള്ള ഒരു ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, കുറേ ഹിന്ദിയിലും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ ഹൗസ് ഗ്രഹനാഥൻ്റെ പേരാണ് ഏറ്റവും മുകളിൽ. അതിന് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ. ഇമെയിൽ കൊടുക്കുകയാണെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുക്കുക, വേണമെങ്കിൽ കൊടുക്കണം. നമുക്കിനി കൊടുത്തതിന് ശേഷം കാണാം. അങ്ങനെ നമ്മുടെ പേരും ഫോൺ നമ്പറും കൊടുത്തതിന് ശേഷം നമുക്ക് OTPയിലോട്ടാണ് പോകുന്നത്. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും അതിന് ശേഷം കാണാൻ കഴിയുന്നത്. ഏറ്റവും മുകളിൽ നമുക്ക് ഭാഷ, അതായത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട്. അതിനകത്ത് എല്ലാ ലാംഗ്വേജുകളുണ്ട്. ഞാൻ മലയാളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ശേഷം OTPയുടെ കോഡ് കൊടുത്തതിന് ശേഷം അകത്തോട്ട് കയറാം. OTP കൊടുത്തതിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിനാദ്യം തന്നെ നമുക്ക് ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കണം കേട്ടോ, ഫോണിൻ്റെ. അത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. വീടിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കണം കൊടുത്തിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ജില്ല ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പിൻകോഡ്, നമ്മുടെ സ്ഥലത്തിൻ്റെ പിൻകോഡാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ നമ്മളുടെ വില്ലേജ് നമ്മൾ സെർച്ച് ചെയ്ത് ഷൂർനാട് നോർത്താണ് നമ്മുടെ വില്ലേജ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങളുടെ വില്ലേജ് ഏതാണോ അത് സെർച്ച് ചെയ്ത് അവിടെ എടുക്കുക. അതിനുശേഷം മാപ്പ് നമുക്ക് സ്ഥലം കണ്ടെത്തി തരും കേട്ടോ. മാപ്പിൽ താങ്കളുടെ സ്ഥലം വീടിൻ്റെ എവിടെയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം നമ്മൾ ചെന്ന് മാറ്റി കൊടുത്തു നോക്കണം. മാപ്പ് നോക്കി നമ്മുടെ കറക്റ്റ് വീട് നിൽക്കുന്ന ലൊക്കേഷൻ എവിടെയാണോ അവിടെ കറക്റ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ഈ റെഡ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 2 ഫിംഗർ യൂസ് ചെയ്ത് വേണം സ്ക്രീനകത്ത് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കണം, നമ്മൾ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൊക്കേഷനും കാര്യങ്ങളും ഓൺ ആക്കിയിടണം. അതിനുശേഷം നമ്മുടെ സ്ഥലവും കാര്യങ്ങളും സ്ഥിരീകരിക്കുക. പിന്നെ മാപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഈ റദ്ദാക്കുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അവിടെ ജസ്റ്റ് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സ്ഥലം സ്ഥിരീകരിക്കുക. നമ്മുടെ സ്ഥലവും കാര്യങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാപ്പിനകത്ത് നമ്മുടെ സ്ഥലം സ്ഥിരീകരിക്കുക. താഴെ സേവ് ചെയ്ത് അടുത്തതിലേക്കുള്ള ഓപ്ഷൻ സേവ് ചെയ്യുക. സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം കൊല്ലം ജില്ല, താങ്കളുടെ താമസ സ്ഥലം 9 പോയിൻറ്റ്. ദയവായി താങ്കളുടെ വീടിന് തിരഞ്ഞെടുത്ത സ്ഥലം തുടരുന്നു. യെസ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. സ്റ്റെപ്പ് 2ലോട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 6 സ്റ്റെപ്പ് വരെ ഉണ്ട്. ആ സെൻസസിൻ്റെ വീടിൻ്റെ വിശദാംശങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് ചോദിക്കുന്നത്. ലൊക്കേഷനൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മുടെ നിലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രിയാണ് ചോദിക്കുന്നത്. മണ്ണ്, മരം, മുള, കല്ല്, പിന്നെ മെറ്റുള്ള ടൈൽസ്. നമുക്കിപ്പോൾ മാർബിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പം മെറ്റുള്ളവ നമുക്ക് ഈ ഓപ്ഷനകത്ത് കൊടുത്തിട്ടില്ല, അപ്പം മെറ്റുള്ളവ കൊടുക്കുക. അതിനുശേഷം ഭിത്തിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രി പുല്ലുകോല, പ്ലാസ്റ്റിക്, മണ്ണ്, ചുടാത്ത ഇഷ്ടിക, മരം, അങ്ങനെ ഓരോന്നുണ്ട്. നമുക്ക് മെറ്റുള്ളവയാണ് കൊടുത്തിരുന്നത്. കോൺക്രീറ്റ് മീൻസ് അങ്ങനെ ഒരിക്കലും വരുന്നില്ല. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ കൊടുത്തതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഓഫീസേഴ്സ് നമ്മുടെ വീട്ടിൽ വരുമ്പം
ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്പർ മാറ്റാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭിത്തിയായി നമ്മൾ സിമെൻറ്റ് തേച്ചേക്കും. അപ്പോൾ സിമെൻറ്റ് അപ്പോൾ അത് കോൺക്രീറ്റിനകത്ത് ഒരിക്കലും വരത്തില്ല. പിന്നെ ബാക്കിയുള്ള ഓരോ കട്ടകൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവ കൊടുക്കുക. മേൽക്കൂര ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സാമഗ്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കോൺക്രീറ്റ് ആണ്. ചിലർക്ക് ഷീറ്റായിരിക്കാം, പിന്നെ കല്ലായിരിക്കാം, അങ്ങനെ ഓടായിരിക്കാം, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഷീറ്റുകളായിരിക്കും പുല്ല്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്, അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താമസിക്കുന്ന വീട് എങ്ങനെ ഉണ്ട് എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. നല്ലതാണ്, താമസിക്കാവുന്നതാണ്, അത് വളരെയധികം മോശമാണെന്നുള്ള അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ അത്യാവശ്യം വളരെയധികം നല്ലതാണ്. സേവ് ചെയ്ത് അടുത്തതിലോട്ട് പോകുക. അടുത്തത് കുടുംബത്തിൻ്റെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്ന ആകെ ആളുകളുടെ എണ്ണമാണ് ആദ്യത്തെ ചോദ്യം. അത് കൊടുക്കുക. പേരിവിടെ ഓട്ടോമാറ്റിക്കൽ തന്നെ വന്നോളും. ഇനി അതിൻ്റെ മലയാളത്തിലാണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ വരും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അത് നമ്മൾ കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം കുടുംബനാഥൻ്റെ നാഥയുടെ ആരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജാതിയാണ്. ഈ വീടിൻ്റെ ഉടമസ്ഥത നമ്മുടെ സ്വന്തം വീടാണോ അതോ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട് വാടകയ്ക്കാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വന്തം. താമസിക്കാനുള്ള മുറികളുടെ എണ്ണം. എത്ര പേരാണ് കല്യാണം കഴിച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ എല്ലാം കൊടുത്തതിന് ശേഷം എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. തുടരാമെന്ന് താങ്കൾക്ക് ഉറപ്പാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേണം എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തൊരു പേജിലോട്ടാണ് വന്നിരിക്കുന്നത്. നാലാമത്തെ വരുന്ന നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ. കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ഏതുവഴിയാണ് നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിണർ. ചിലർക്ക് അതിൻ്റെ കുഴൽക്കിണറായിരിക്കാം, വേറെ നദികൾ, ടാങ്ക്, അങ്ങനെയൊക്കെ ഓരോന്നായിരിക്കും. അത് നിങ്ങളുടെ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത. പരിസരത്താണോ, പരിസരത്തിനടുത്ത് നിന്നാണോ, ദൂരെയാണോ, നമ്മുടെ പരിസരത്തു നിന്ന് തന്നെയാണ് നമുക്ക് കുടിവെള്ളം കിട്ടുന്നത്. വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ് വൈദ്യുതി. കക്കൂസിൻ്റെ ലഭ്യത. കുടുംബത്തിൽ ഉപയോഗിക്കുന്നത് മാത്രം. പിന്നീട് മറ്റു കുടുംബങ്ങളുമായി ചേരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു കോമൺ ആയിട്ടൊക്കെ കാണും, അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കും കാണുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ കക്കൂസിൻ്റെ തരമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്ലഷ് വെള്ളം ഒഴിക്കാവുന്ന കക്കൂസ് ബന്ധപ്പെട്ട പോട് കൂടിയ സർവീസ് സംവിധാനം. സെപ്റ്റി ടാങ്കാണ്, നമുക്ക് സെപ്റ്റി ടാങ്കോടെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് അതിനകത്ത് തന്നെ വീണ്ടും ഓരോ സർവീസുകൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അഴുക്ക് വെള്ളക്കുഴിയിൽ ബന്ധിപ്പിക്കുന്നത്, മൂടിയ തുറന്നത്, ഒരു ഡ്രെയിനേജും ഇല്ല, മൂടിയ ഡ്രെയിനേജും കാര്യമാണ്. പിന്നെ പരിസരത്ത് ലഭ്യമായ കുളിക്കാവുന്ന സൗകര്യം. നമുക്ക് കുളിമുറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് മേൽക്കൂര ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അടുക്കളയിൽ LPG അല്ലെങ്കിൽ PNG കണക്ഷൻ ലഭ്യത. LPG കണക്ഷൻ ഉണ്ട്. അടുക്കളയിൽ LPG കണക്ഷൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ പാചകം വീട്ടിനുള്ളിൽ നിന്ന് അടുക്കളയിലാണെങ്കിൽ, അത് പുറത്താണെങ്കിൽ അത് കൊടുക്കുക. പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ LPG ആണ്. പിന്നെ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വിറക്, വിളക്കിൻ്റെ ശിഷ്ടങ്ങൾ, വിളക്കെണ്ണ, ബയോഗ്യാസ്, സൗരോർജ്ജം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഒന്ന് നമ്മുടെ പരിശോധിക്കാം. നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം ഓക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സേവ് ചെയ്ത് അടുത്തതിലോട്ട് പോവുക. വേണം എന്ന് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലോട്ട് പോകുന്നതാണ് കേട്ടോ. കുടുംബത്തിൻ്റെ കൈവശമുള്ള ആസ്തികളെക്കുറിച്ചാണ് ഇനി അടുത്തത് വന്നിരിക്കുന്നത്. റേഡിയോ ഉണ്ടോ, ട്രാൻസിസ്റ്റർ അങ്ങനെയുള്ള സംഭവം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർ റേഡിയോ മാത്രമായിരിക്കും, ചിലപ്പോൾ മൊബൈലിൽ നിന്ന് കൊടുത്താൽ മതി. ടെലിവിഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ടെലിവിഷനകത്ത് തന്നെ ദൂരദർശൻ, സൗജന്യം, അങ്ങനെ കുറേ ഇതുണ്ട്. ഡിഷുണ്ട്, കേബിളുണ്ട്. നമുക്ക് ഡിഷാണ് വരുന്നത്. അപ്പോൾ ഡിഷ്. ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത. ലാപ്ടോപ്പിലൂടെയാണോ മൊബൈൽ ആൻഡ് സ്മാർട്ട് ഫോണിലാണോ? മൊബൈലിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കില്ല.
ടെലിഫോൺ, മൊബൈൽ നമ്പർ, സ്മാർട്ട് ഫോണുകൾ, ലാൻഡ് ലൈൻ മാത്രം, സ്മാർട്ട് ഫോണുകൾ മാത്രമാണ്, മൊബൈൽ മാത്രമാണ് നമുക്കുള്ളത്. സൈക്കിൾ, സ്കൂട്ടർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സ്കൂട്ടർ, കാറ്, ജീപ്പ്, വാന് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അതനുസരിച്ച് കൊടുക്കുക. കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം, അരി. ഇത്രയേ ഉള്ളൂ ഈ ഡീറ്റെയിൽസിനകത്ത് കൊടുക്കാനുള്ളത്, അതായത് നമ്മുടെ ആസ്തി വിവരത്തിനകത്ത് കൊടുക്കാനുള്ളത്. അതിനുശേഷം നമ്മുടെ താഴെ നമ്മുടെ മൊബൈൽ നമ്പർ കാണാൻ കഴിയുന്നുണ്ട്, നമ്മൾ ആദ്യം കൊടുത്തത്. അത് സേവ് ചെയ്ത് അടുത്തതിലോട്ട് പോവുക. തുടരാനാണോ നിങ്ങൾക്ക് താല്പര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കേരള, ജില്ല ഏതാണ്, സെൻസസ് വീണ്ടും പുറത്തുപയോഗിക്കുന്ന പ്രധാന സമയത്തുള്ള സെൻസസ് ഡീറ്റെയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണോ എന്ന് ചോദിക്കുക. ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്ന എണ്ണം, കുടുംബനാഥൻ്റെ പേര്, ഭാഷ, അനിൽകുമാർ ആണ്, മറ്റുള്ള പട്ടിക, സ്വന്തം താമസിക്കുന്ന മുറികളുടെ എണ്ണം, താമസിക്കുന്ന ടെമ്പറുകളുടെ എണ്ണം, കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് തന്നെ നോക്കണം കേട്ടോ. അതിനുശേഷം എഡിറ്റിലേക്ക് പോകണമെങ്കിൽ എഡിറ്റിലേക്ക് പോവുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് സംരക്ഷിക്കാം. പിന്നെ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം ഓക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരീകരിച്ച് സമർപ്പിക്കുക, കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു കൺഫർമേഷൻ ഐഡിയും കാര്യങ്ങളും വരും കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടും എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചേക്കുക. വരുന്ന ഓഫീസറെ നമ്മൾ കാണിച്ചാൽ മതി. അപ്പോൾ അവർക്ക് നമ്മുടെ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി എളുപ്പമായി കിട്ടും. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും തിരുത്തുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ വരുമ്പോൾ ആ കംപ്ലയിൻറ്റും കാര്യങ്ങളും പറഞ്ഞാൽ മതി, അവർക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് മാറ്റിത്തരാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് സെൻസസിൻ്റെ കാര്യങ്ങളൊക്കെ ഓഫ്ലൈനായിട്ട് പൂരിപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മളെ കോൺടാക്ട് ചെയ്താണ്. എന്തായാലും വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ വരുന്നുണ്ട്, ഒരു ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കുകയാണ്. ബൈ.